പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കേരള ഗവൺമെന്റിന്റെ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമ്പ്രദായം, അതിനുള്ള സൗകര്യം ഇപ്പോൾ പ്രവാസി ക്ഷേമനിധിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. അതിനാവശ്യമായ എന്ന് പറഞ്ഞാൽ www.pravasiwelfarefund.org എന്ന വെബ്സൈറ്റിൽ പോയി ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഡാറ്റകളും ബന്ധപ്പെട്ട രേഖകളും ഫോട്ടോ അറ്റാച്ച് ചെയ്ത് ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യമായ രജിസ്ട്രേഷൻ തുകയായ വെറും ഇന്ത്യൻ യുടെ 200 രൂപ ഓൺലൈൻ വഴി ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മുൻപ് നാട്ടിൽ പോയി നിരവധി നടപടിക്രമങ്ങളിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസ്ഥയില്ല. ഇത് വെറും റൂമിലിരുന്നു കൊണ്ട് വിദേശത്ത് നിന്നുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ ഓൺലൈൻ വഴി നൽകിയാൽ നിങ്ങൾക്ക് പ്രവാസി ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ്. അതിനുശേഷം മെമ്പർഷിപ്പ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ കാർഡും രജിസ്ട്രേഷൻ നമ്പർ അടങ്ങിയ ഒരു കിറ്റും അത് അയച്ചു കൊടുക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ 300 രൂപ മാസം വെച്ച്, ഇന്ത്യൻ രൂപയാണ് ഇത്, വേറെ വിദേശത്തുള്ള കറൻസി അല്ല, വെറും 300 ഇന്ത്യൻ രൂപ വെച്ചിട്ട് ഒരു വർഷം 1600 രൂപ അടച്ച് 5 വർഷം അതേപോലെ അടച്ചു കഴിഞ്ഞാൽ അടച്ചവർ ഓരോരുത്തരും പ്രവാസി ക്ഷേമനിധിയുടെ പെൻഷൻ അംഗീകാരം യോഗ്യതയുള്ളവരായിട്ട് മാറും. പ്രവാസി ക്ഷേമനിധിയിൽ ഇപ്പോഴുള്ള നിയമസഭാ സമിതി ശുപാർശ ചെയ്തത് ഇന്ത്യൻ റുപ്പീസ് 5000 ആണ്. 5000 എന്നത് ഒരുപക്ഷെ കൂടാനും സാധ്യതയുണ്ട്. അതിന് ഗവൺമെന്റ് അംഗീകാരം കൊടുത്താൽ അത് പെൻഷനായിട്ട് മാറും. അതിന് മാറണമെങ്കിൽ, ആ പെൻഷൻ കിട്ടണമെങ്കിൽ ഇതിൽ രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമേ ആവൂ. അല്ലാതെ പ്രവാസ ജീവിതം നയിച്ചത് കൊണ്ട് ഒരിക്കലും പെൻഷൻ അംഗീകാരം അർഹത ഉണ്ടായിരിക്കണമെന്നില്ല. നോർക്ക റൂട്ട്സ് പ്രവാസി ക്ഷേമനിധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോർക്ക റൂട്ട്സ് വേറെ, പ്രവാസി ക്ഷേമനിധി ബോർഡ് വേറെ. നോർക്ക എന്നത് ജസ്റ്റ് ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രവാസി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.